ഏറ്റവും പുതിയ മലയാള സിനിമയായ തെക്ക് വടക്കിൻ്റെ രണ്ടാം പകുതിയിൽ പ്രധാന കഥാപാത്രമായ ശങ്കുണ്ണി നേരിടുന്ന ഒരു ചോദ്യമുണ്ട്. അതായത്, നിങ്ങൾ ജയിക്കാൻ നോക്കുന്ന ആൾ നിങ്ങൾ ജയിച്ചു എന്ന് അറിയുന്നില്ലെങ്കിൽ ആ ജയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? എസ് ഹരീഷിൻ്റെ കഥയെ ആസ്പദമാക്കി വന്നിട്ടുള്ള ഈ സിനിമയുടെ ഒരു ആത്മാവ് സത്യം പറഞ്ഞാൽ കിടക്കുന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ്. പക്ഷേ കാരിക്കേച്ചർ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലക്ഷ്യമില്ലാത്ത സറ്റയർ സിനിമ പോലെയാണ് തെക്ക് വടക്കിൻ്റെ ആകമൊത്തമുള്ള പാക്കേജിങ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോമഡിയും ഫിലോസഫിയും രണ്ടും പ്രേക്ഷകൻ ദഹിക്കാതെ പോകുന്നു. ശങ്കുണ്ണിയും മുകുന്ദനും ആണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ. സഖാക്കളായ രണ്ടുപേരും തമ്മിൽ 30 വർഷമായി ഒരു വസ്തുവിൻ്റെ പേരിൽ ഒരു കേസ് കോടതിയിലുണ്ട്. ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കുകയും എന്നാൽ പരസ്പരം ശത്രുത പുലർത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ബന്ധമാണ് രണ്ടുപേരും തമ്മിലുള്ളത്. കുറേ കാലത്തിന് ശേഷം ആദ്യം പറഞ്ഞ കേസിൽ വിധി വരുന്നതും അതിനോട് ഇവർ രണ്ടുപേരും പ്രതികരിക്കുന്നതുമൊക്കെയാണ് തെക്ക് വടക്കിൻ്റെ ഇതിവൃത്തം. പടത്തിൻ്റെ പ്രധാന പ്രശ്നം അതിന് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഈഗോ എന്ന സംഗതിയെ കളിയാക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത്. ആൻഡ് അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഥാപാത്രങ്ങളെ പരമാവധി എക്സെൻട്രിക് ആക്കുന്നുണ്ട്. ഓരോ മൊമെൻറ്റിലും കോമിക്കലാകാൻ വേണ്ടി സിനിമ ഫോഴ്സ് ചെയ്യുന്ന പോലെയാണ് സ്ക്രിപ്റ്റിൻ്റെ ഒരു പിച്ച്. കേന്ദ്ര കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്ന ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള കോമഡി കാരണം കാര്യങ്ങൾ തുടക്കത്തിലേ കൈവിട്ടു പോവുകയാണ്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ എന്താണ് പടത്തിൻ്റെ കോൺഫ്ലിക്റ്റ് എന്ന് മനസ്സിലാകാതെയാണ് പ്രേക്ഷകർ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത്. ഒരു ഫ്യൂണറൽ കോമഡിയുടെ സ്വഭാവത്തിലേക്ക് സിനിമയുടെ രണ്ടാം പകുതി മാറുന്നുണ്ട്. ആ ഭാഗത്ത് വരുന്ന ചില ഡയലോഗുകൾ ആളുകളെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും സിനിമ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് പ്രേക്ഷകന് മനസ്സിലാക്കി കൊടുക്കാൻ അപ്പോഴും സാധിക്കുന്നില്ല. സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സ്വാഭാവികത കൊണ്ടുവരാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. റിയലിസ്റ്റിക് ആയിട്ട് വേണോ എക്സെൻട്രിക് ആയിട്ട് വേണോ ട്രീറ്റ്മെൻറ്റ് എന്ന് ഉറപ്പിക്കാൻ സംവിധായകനൊരു കൺഫ്യൂഷനുള്ള പോലെ സിനിമ കാണുമ്പോൾ തോന്നും. സിറ്റുവേഷണൽ ഹ്യൂമറൊക്കെ എക്സാജറേറ്റ് ചെയ്യുന്നതുകൊണ്ട് സിനിമയുടെ അവസാന ഭാഗത്തേക്ക് ശങ്കുണ്ണി സ്വല്പം സൈക്കോട്ടിക്കായി പെരുമാറുമ്പോൾ അത് പ്രേക്ഷകരിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോവുകയാണ്. മുകുന്ദനെ പൂർണ്ണമായ ഒരു കാരിക്കേച്ചർ സ്വഭാവത്തിലാണ് വിനായകൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഡയലോഗ് പറയുന്ന രീതിയും സ്റ്റിഫായിട്ടുള്ള ബോഡി ലാംഗ്വേജും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പുള്ളി പടത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ സീനിലും എങ്ങനെയും കോമഡി വർക്കാകാൻ വേണ്ടി കഥാപാത്രത്തെ ഓവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് പെർഫോമൻസിൻ്റെ ഭംഗി കുറച്ച് കുറയുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂട് അവതരിപ്പിക്കുന്ന ശങ്കുണ്ണി കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ പല ഭാവങ്ങളും നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്കമാലി ഡയറീസിൽ കണ്ടിട്ടുള്ള മെറിൻ ജോസും വിനീത് വിശ്വവുമാണ് ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും മക്കളുടെ വേഷങ്ങളിൽ എത്തുന്നത്. മെൽവിൻ ജി ബാബു, ഷമീർ ഖാൻ, കോട്ടയം രമേശ് എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ. വളരെ സില്ലി ആയിട്ടുള്ള ഈഗോ ബേസ്ഡ് തർക്കങ്ങളെ സറ്റയർ സ്വഭാവത്തിലൂടെ പരിഹസിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രേംശങ്കർ ഈ സിനിമ ഒരുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കഥാപാത്രങ്ങളെ സില്ലിയായി കാണിക്കാൻ വേണ്ടി തുടക്കത്തിലേ കാണിക്കുന്ന എക്സാജറേറ്റഡ് കോമഡി ഭൂരിഭാഗവും വർക്കാകാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേന്ദ്ര കഥാപാത്രങ്ങളെ പരിഹസിക്കുന്നത് ഏച്ചുകെട്ടില്ലാതെ പ്രധാന കഥയിൽ ചേർന്നു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു കണ്ടിരിക്കാവുന്ന പടം എന്ന നിലയിലെങ്കിലും ഈ സിനിമ എത്തിയേനെ.